അപ്പോൾ ഗൈസ് ഇന്നിപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ആദ്യം നമുക്ക് മീനാന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതായത് ഹാർബർ. അടുത്തേക്കൊന്ന് പോവാം. ഓക്കെ, ഇതിപ്പോൾ അപ്പുറം കാണുന്ന ബീച്ചാണ്. ഇതാണ് റൂമിൻ്റെ പുറത്തുള്ള അവസ്ഥ. ഇതൊരു അറബിൻ്റെ വീട്. ഓക്കെ, നമുക്ക് മീനയിലേക്ക് പോവാം. ഇതാണ് ഈ കോഫി ഷോപ്പ് എന്നുള്ളതാണ് ഞാൻ പണിയെടുക്കുന്ന സ്ഥലം. ഷോപ്പ് നല്ല കാറ്റും കാര്യങ്ങളുണ്ട്. വോയിസ് എല്ലാം കേൾക്കുമെന്ന് അറിയില്ല ഗൈസ്. നോക്കാം, റോഡൊന്ന് ക്രോസാക്കി ഗൈസ്. അപ്പോൾ റോഡെല്ലാം ക്രോസാക്കി. ഇതാണ് സ്ഥലം. ഈ റോഡ് ഈ നേരെ കാണുന്ന റോഡ് പോകുന്നത് ദുബായിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂറിൻ്റെ ഓട്ടമേ ഉള്ളൂ ദുബായിലേക്ക്. റാസൽ കൈമ പറയുന്ന സ്ഥലത്തേക്ക് എത്തും. ഇത് എടുത്തൊരു ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ്. ഇതൊക്കെ ഉള്ളൂ കാണാൻ, വേറെ വലിങ്ങനൊന്നും ഇല്ല. കാര്യമെല്ലാം കാണിച്ചു തരാൻ വിചാരിച്ച് അങ്ങനെ പോകുന്ന പോക്കിൽ ആണ് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇവിടെ പിന്നെ ഭയങ്കര മെയിൻ്റനൻസ് ആണ്, വൃത്തിയും കാര്യങ്ങളെല്ലാം ആയിട്ട്. റോഡിലാവട്ടെ ഇവിടെ ആവട്ടെ ഒരു പ്ലാസ്റ്റിക് കഷ്ണം പോലും ഇവിടെ കാണാൻ കിട്ടില്ല. ഭയങ്കര വൃത്തിയുള്ള സ്ഥലം ഇത്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ബീച്ചിൻ്റെ അവസ്ഥ അപ്ഡേറ്റ് ആവുന്നുള്ളത്. പക്ഷേ ഒരു 2 കൊല്ലത്തിന് പ്രോജക്റ്റായത്. ഇതേപോലെ ആവുമെന്നാണ് പറയുന്നുള്ളത്. അതുവരെ ഞാട്ടുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് കഴിച്ചു തരാം. പക്ഷെ അതെങ്ങനെയുണ്ട് അവസ്ഥ നോക്കാം. ഇതാ പണി നടന്നുകൊണ്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഇത്ര ആയിട്ടുള്ള പണി ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. നമുക്ക് മീനയിലേക്ക് പോവാം, ഹാർബറിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ആർമി ക്യാമ്പ്. ബോർഡർ ആയതുകൊണ്ട് ആർമി ക്യാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പോലീസ് സ്റ്റേഷൻ അപ്പുറം അങ്ങ് മുകളിൽ വരും പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളെല്ലാം. എന്താ ഞാൻ നേരത്തെ കാണിച്ച പണി നടന്നുകൊണ്ടുള്ള സ്ഥലം. പണി നടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ 2-3 മാസമായി പറഞ്ഞത് പണി തുടങ്ങിയിട്ട്. ഇനി ഒരു 3-4 മാസം കൂടി ഉണ്ട് പണി. അല്ല 2 കൊല്ലം കൂടി ഉണ്ട് പണി ഇനിയും. അപ്പോൾ ഇതാണ് ഗൈസ് ഹാർബർ. ഇനി ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി കാണാം. ഹാർബറിൻ്റെ എൻട്രി ഗേറ്റ്. ഇവിടെ അറബിയിലും ഇംഗ്ലീഷിലെല്ലാം എന്തെല്ലാം എഴുതുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നവർ വായിച്ചോളി. ഇവിടെ ചെറിയൊരു പള്ളിയുണ്ട്. ഇവിടെ തിരുന്നാലും പള്ളിയേ ഉള്ളൂ ഗൈസ്. ഫുള്ളൊക്കെ ബോട്ടുകളാണ് ഗൈസ്. ഏതൊരു അറബിൻ്റെ വീട്ടിൽ പോയാലും ഒരു ബോട്ടുണ്ടാവും അവിടെ. ഇതാണ് ഗൈസ് എടുത്ത ഓഫീസ്, ഹാർബറിൻ്റെ ഓഫീസ് ഇതാണ്. ഏകദേശം ഹാർബറിലേക്ക് തന്നെ എത്തി. ഇപ്പം എന്തെല്ലോ പണിയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടുണ്ട് റോഡിൻ്റെ. ഇവിടെ ഇപ്പോൾ ആകെ ഒറ്റൊരു പെട്രോൾ ബങ്കേ ഉള്ളൂ, അതാ മുന്നോട്ടുണ്ട്. അതിനാ കാണിച്ചു തരാം ഗൈസ്. ആ കാണുന്ന പള്ളിയില്ലേ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി, ഗവൺമെൻറ്റിൻ്റെ പള്ളി. അയാൾ ഭയങ്കര എന്നെല്ലാം പറയുന്ന കേട്ടീന്. നോക്കാം, അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാം, പള്ളീൻ്റെ ഒരു വീഡിയോ. ഇതാണ് ഹാർബർ. ഇവിടെ ഇപ്പോൾ ചെറുങ്ങനെ വെള്ളമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം, അവിടെ ഇഷ്ടം പോലെ കാണാനുണ്ട്. ഇത് ആർമി ക്യാമ്പിൻ്റെ വണ്ടിയും കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നു. ഇതാണ് ആർമിക്കാരെ വണ്ടി. ഇത് ഈ കാണുന്ന ഷോപ്പെല്ലാം കണ്ണൂരായിരുന്നു, മലയാളികളാണ് എല്ലാം. ഇതാണ് ഗൈസ് ഹാർബർ. മീൻ പിടിക്കാനൊന്നും വണ്ടിയൊന്നും പോയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഇന്ന്. ഹാർബറിന് അറ്റാച്ച് ചെയ്ത് തന്നെ പെട്രോൾ ബങ്കോ. എന്നാൽ ബോട്ടും കാര്യങ്ങൾക്ക് പെട്രോൾ അടിക്കാനല്ലോ ഇതാവുന്ന നേരത്താണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അവിടെ പെട്രോൾ ബങ്കിൽ പണിയെടുക്കുന്നതും ഒരു മലയാളി തന്നെ. പക്ഷെ അവർ മലപ്പുറംകാരാന്ന് തോന്നുന്നുണ്ട്. അതുപോലെ പരിചയമൊന്നുമില്ല, ഇങ്ങനെ എടുക്കാൻ ചെറുങ്ങനെ പരിചയപ്പെട്ടെന്നേ ഉള്ളൂ. ആളൊന്നും അറിയില്ല. ഹാർബറും കാര്യങ്ങളും ബോട്ടും. ഇതാണ് മീൻ വണ്ടി, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ സാധാ മീൻ വണ്ടി. കുറേ മീനെല്ലാം കാണാനുണ്ട് വെള്ളത്തിൽ. വെള്ളം നല്ല നല്ല വൃത്തിയുള്ള വെള്ളം. ഇപ്പുറം കുറച്ച് മീനും കാര്യങ്ങളെല്ലാം ഓടിക്കൊണ്ടുണ്ട്, കാണുന്നുണ്ടോന്നൊന്നും അറിയില്ല. ഇതാണ് ഹാർബർ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മീനാന്നുള്ള സ്ഥലം.
മീനെല്ലാം പോകുന്നു. പ്യൂർ വെള്ളം കേട്ടോ, കാണാനും നല്ല വൃത്തിയുണ്ട് വെള്ളം. മീൻ കാണുന്നുണ്ടാവുന്നറിയില്ല, അനക്ക് കാണുന്നുണ്ട്, ക്യാമറയിൽ കിട്ടുന്നുണ്ടാവുന്ന അറിയില്ല. നമ്മുടെ നാട്ടിലെ എക്കോറിയത്തിൽ ഇടൂല അങ്ങനത്തെ മീനാണ് മൊത്തം, നല്ല കളർ. ക്യാമറയിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഈ സൈഡെല്ലാം നിറച്ചും മീനുണ്ട്. മീൻ ഓടുന്നു. ഇവിടുത്തെ പെട്രോൾ ബങ്ക്, ഒറ്റൊരു പെട്രോൾ ബങ്കേ ഉള്ളൂ ഈ സ്ഥലത്ത്. ഇത് ബോട്ടും കാര്യങ്ങൾക്ക് പെട്രോൾ ഡീസൽ അടിക്കാനുള്ളത്. ഇതെല്ലാം വെള്ളത്തിന് അറ്റാച്ച് ആയിട്ട്. ഈ കാണുന്ന നീല കപ്പലെല്ലാം, നീല ബോട്ടുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെ പണിക്കാർക്കും പോകാനും വരാനുള്ളതാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടുത്തെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാരാ, ഇവിടെ ദിവസത്തിന് ഒറ്റ ഫ്ലൈറ്റേ ഉള്ളൂ. അതായത് രാവിലെ മസ്കത്ത് നിന്ന് രാവിലെ ഒരു 7:40 അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുക്കും. ഇവിടത്തേക്ക് ഒരു 9 മണിയാകുമ്പോഴത്തേക്കെല്ലാം എത്തും. ദിവസം ഒറ്റ ഫ്ലൈറ്റ്. റിട്ടേൺ പോകുന്നതെങ്കിൽ അതേ ഫ്ലൈറ്റ് വൈകുന്നേരം ഈവനിങ് ടൈമിൽ 4 മണി 5 മണി ആ ടൈമിലാണ് ഫ്ലൈറ്റ് ഇടുന്നത് റിട്ടേൺ. നല്ല കാറ്റെല്ലാം ഉണ്ടെങ്കിൽ അന്ന് ഫ്ലൈറ്റ് ഉണ്ടാവില്ല. പിന്നെ കപ്പൽ സർവീസെല്ലാം ഉണ്ട്. പക്ഷേ എന്താ പറഞ്ഞാൽ ഇവിടുന്ന് കപ്പലിൽ പോകണമെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ എടുക്കും മസ്കത്തിലേക്ക് എത്തണമെങ്കിൽ. ഫ്ലൈറ്റിലാകുമ്പോൾ 1 അവറിൽ എത്തും. കപ്പലിലാകുമ്പോൾ 6 മണിക്കൂർ എടുക്കുന്നേ ഉള്ളൂ. ഇന്നലെ കുറേ ആൾ പറഞ്ഞുണ്ടായി വീഡിയോയിൽ ഭയങ്കര കണ്ണടിക്കുന്നു അല്ല കണ്ണ് തുറക്കുന്ന്. സംഭവം എന്ന് വെച്ചാൽ വെയിലുള്ളതുകൊണ്ട് നേരെ വന്ന് വെയിൽ മുഖത്തേക്ക് അടിക്കുന്നത്, അതിനുകൊണ്ട് അങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ആ പള്ളീനെ പറ്റി തന്നെ കാണിച്ചു തരാം. എന്തായാലും പെരുന്നാൾക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകും. പെരുന്നാളേക്ക് ഏകദേശം ബുധനാഴ്ച ആവാനാണ് ചാൻസ് കൂടുതൽ. ഇനിയിപ്പോൾ ബുധനാഴ്ച പെരുന്നാളായാൽ വ്യാഴാഴ്ച ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടാവും. വെള്ളിയാഴ്ച മുതൽ ഷോപ്പ് ഓപ്പൺ ആക്കും. അപ്പോൾ പണിക്ക് കയറേണ്ടി വരും വെള്ളിയാഴ്ച മുതൽ. ഫ്രീ ഉള്ള ടൈമിൽ നോക്കി ഞാൻ വീഡിയോ ആക്കി തരാം ഗൈസ്. നമ്മുടെ നാട്ടിൽ ഇതേപോലെ മീനെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ വിടുവോ ആരെങ്കിലും? എപ്പോൾ പോയി പിടിച്ചതെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ആകുമ്പോൾ പിന്നെ ഈ സറൗണ്ടിങ്ങിൽ ആരും മീനൊന്നും പിടിക്കില്ല. എന്തുണ്ടെങ്കിലും ആ കല്ലിട്ടൻ്റെ അപ്പുറം മാത്രമേ പോകുള്ളൂ. ഇവിടെ പിന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സ്ഥലം. എല്ലാ അക്വേറിയത്തിലിടുന്ന അങ്ങനത്തെ ഫിഷുകളാണ് മൊത്തം. ഇവിടെ പിന്നെ ആരും അങ്ങനെ പിടിക്കലൊന്നും ഇല്ല ഫിഷുകളൊന്നും അങ്ങനെ. എന്തുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറം ആ കല്ലിട്ടതിൻ്റെ അപ്പുറത്തേക്ക് ഫിഷും കാര്യങ്ങളെല്ലാം ഉള്ളു. ഇവിടെ കുറച്ച് മീനുണ്ട്, കാണിച്ചു തരാം. ഏകദേശം ഒരു നല്ല വലുപ്പമുള്ള മീനാണ്. ദാടെ അറബി ബോട്ടും എടുത്ത് വെള്ളത്തേക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് കാണാം. ഞാനിപ്പോഴാണ് കാണുന്നുള്ളത് ഇവിടെ ബോട്ടെല്ലാം പോകുന്നുള്ളത്. ഒന്നോ രാവിലെ നേരത്തെ വരണം കാണണമെന്നുണ്ടെങ്കിൽ മീൻ പിടിക്കുന്നത് അതെല്ലാം കാണാം. ഒരു 6 മണി ആ ടൈമിൽ വരണം. ആ ടൈമിലെല്ലാം നല്ല ഉറക്കമായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരാനും പറ്റൂല 6 മണി നേരത്തിലും. നല്ല തണുപ്പുണ്ടാവും. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇനി കുറച്ച് കൂടി കഴിഞ്ഞാൽ ചൂടുകാലെല്ലാം വരും എന്ന് പറഞ്ഞിട്ട് നല്ല ചൂടുണ്ടാവും എന്നെല്ലാം പറഞ്ഞ് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്ന് മുന്നോട്ടേക്കുള്ള. അറബി ബോട്ട് എടുക്കുന്നൊന്നും കാണുന്നില്ല ഗൈസ്. എന്നാൽ പിന്നെ ഞാനല്ല തിരിച്ച് റൂമിലേക്ക് പോട്ട് ഇനി പോയിട്ട് വീഡിയോ എഡിറ്റ് ആക്കിയിട്ട് പോസ്റ്റ് ആക്കണം ഗൈസ്. ലൈക്കെല്ലാം വളരെ കുറവാണ്, ഒന്ന് ഷെയർ ആക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ആക്കണേ. ഇപ്പോൾ ദുബായ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂറിൻ്റെ ഓട്ടാറ്റേ ഉള്ളൂ. പക്ഷെ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം വിസ അടിക്കണം, വിസിറ്റിംഗ് വിസ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയട്ട് പോകണമെന്നെല്ലാം ഉണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ആകെ ഒരു 1/4 മണിക്കൂറിൻ്റെ ഓട്ടമല്ലേ ഉള്ളൂ. 1/4 മണിക്കൂർ ഓട്ടോ ഓടിക്കാൻ ബോർഡർ, അത് കഴിഞ്ഞാൽ റാസൽ ഖൈമ. ഒരു വിസ അടിക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു 10 ദിർഹംസ് അങ്ങനെ സംതിങ് എന്താ വരും. നാട്ടിലത്തെ ഒരു 10,000 12,000 ആ റേഞ്ചിലൊക്കെ വരും. ഇൻഷാ അല്ലാഹ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അറിയിക്കും. सोना ते मैथू दूर गया है, होके सजन मजबूर गया है। अखियां दे वास्ते खुशियां होवन, होके हिजर विच चूर गया है। सोना पया परदेस कटेना, सजना नू दूरों
साडी ते सारी सुनदा है पर अपनी पीड़ नहीं वेंदा। അപ്പം ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.